cut. Hi friends, PP's Tricks and Tips ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബ്രോയിഡറി നൈറ്റി നെക്കിൻ്റെ എംബ്രോയിഡറി ആയിട്ട് നൈറ്റിക്ക് എങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസിൽ 3 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 1.5 ഇഞ്ചിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം അതെല്ലാം പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചതായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അപ്പം ഞാനിവിടെ ഒരു തുണിയിൽ ജസ്റ്റ് ആ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ എപ്പോഴും ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു ക്യാൻവാസിൽ നല്ല രീതിയിൽ അത് എങ്ങനെയാണോ നമുക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഫസ്റ്റ് വരച്ചു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റെല്ലാം ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല, സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് ഇവിടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ നൈറ്റീൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ആ മെറ്റീരിയലിന് കണക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ വരുന്ന കുറച്ച് നൂല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടി കൂടിയതും ഉണ്ട്, കട്ടി കുറഞ്ഞതും ഉണ്ട്. അങ്ങനെ ഒരു 6-7 നൂല് നമുക്ക് മതിയാവും. അപ്പം ഞാനിവിടെ ഒരു 6 നൂല് എടുത്തിട്ടുണ്ട്. അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ നൂലിൻ്റെയും അറ്റം ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഓരോ നൂലും ഇതുപോലെ ഒന്നിച്ചാക്കിയിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ എൻഡെല്ലാം ഒന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ചെയ്യുന്നത് ഗേസിലേക്കാണിത് ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഞാൻ നോർമലി ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ അതിനെ ഫ്രീ ആയിട്ട് നിലത്തേക്ക് വിടലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഫസ്റ്റ്ലി ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നെ ഈസി ആയിട്ട് തോന്നും. അപ്പം ഇതിപ്പോൾ ചുറ്റിച്ചെടുക്കുമ്പോൾ കുറേ ചുറ്റി അങ്ങനെ എടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം 6 നൂല് നമ്മൾ ഒന്നിച്ച് കൂട്ടി ചുറ്റുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേസ് ഫില്ലായിട്ട് കിട്ടും. നമ്മൾ മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൈ വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മെഷീനിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എംബ്രോയിഡറി ചെയ്ത് വരുമ്പോൾ അതത്ര നീറ്റ് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സ്റ്റിച്ച് തന്നെ കിട്ടും. അപ്പോൾ ഇതിവിടെ ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഓവനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അങ്ങനെ ഉള്ളിലേക്ക് ആയിക്കോളും. നമ്മൾ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ പാർട്ട് എടുക്കുക, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ക്യാൻവാസ് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻഡ് ചെയ്യുമ്പോൾ എല്ലാം ക്യാൻവാസിൻ്റെ പുറത്തോട്ട് ആക്കാൻ തന്നെ നോക്കണം. എന്നാൽ മാത്രമേ അത് മടക്കി അടിക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാല്.
അപ്പോൾ നമുക്ക് മൊത്തമായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പെർഫെക്റ്റ് ഇല്ലാണ്ട് തോന്നും. അപ്പോൾ നമ്മൾ സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്യാൻവാസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡൊന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ആ ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് എത്രയാണോ വേണ്ടത് ആ സെൻറ്ററിലൊന്ന് നെക്കിൻ്റെ ഡിസൈൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടുന്ന് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം നെയ്റ്റീൻ്റെ മോശം വശത്ത് ഇതിൻ്റെ നല്ല വശം അടിമറിച്ച് വെക്കുക. അതിനുശേഷം നോർമലി നമ്മൾ കഴുത്ത് എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ ഒന്ന് റൗണ്ടിൽ ഷേപ്പിൽ അടിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ട് വെക്കാം. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങി പോവില്ല. നല്ല ലെവലിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അല്ലാണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും ഫോൾട്ട് പറ്റലുണ്ട്. അപ്പം ബിഗിനേഴ്സിനെല്ലാം ആകുമ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കൂടുതലും നല്ലത്. അപ്പം നെക്കിനെ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈഡും ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ഇറക്കത്തിൽ സിപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സിപ്പ് എടുക്കുക. സിപ്പ് എങ്ങനെയാണോ വരേണ്ടത് ആ രീതിയിൽ ഫസ്റ്റ് വെക്കാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗവും ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ജിപ്പിനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നെക്കിലും ചെയ്യുന്ന പോലെ ജിപ്പിന് നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ അത് മറിച്ചിടുന്ന സമയം അവിടെ ഇങ്ങനെ കുടുങ്ങിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് അവിടെ നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം. ഇനി ആ സിപ്പിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ സിപ്പിൻ്റെ ലെങ്ത് എത്രയാണോ നോക്കുക, അതിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സിപ്പിൻ്റെ ഒരറ്റത്ത് വെക്കുക, സ്റ്റിച്ച് ചെയ്യുക. ഇനി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെയ്ത് വരാം. ഇനി അതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ബോക്സ് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സിപ്പിൻ്റെ എൻഡൊന്ന് കറക്റ്റാക്കിയിട്ട് കൊടുക്കണം. ഇത്രയും ചെയ്താൽ നമ്മളെ നെക്കിൻ്റെ പോർഷന് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിനി നെക്ക് ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാം പ്രീവിയസ് വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോയിട്ട് എല്ലാവരും കാണാം. ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്തിട്ടെടുത്ത നൈറ്റീൻ്റെ നെക്ക് ഡിസൈന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.